ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പത്തരമാറ്റ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി അപ്കമിങ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നാളെ നമ്മുടെ മുത്തശ്ശൻ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പറയാണ്, അതെ ഇന്ന് ഈ വീട്ടിൽ 2 അതിഥികൾ വരുന്നുണ്ട്. അതിഥികളാന്ന് പറയാൻ പറ്റില്ല, വലിയ വലിയ വിശിഷ്ട അതിഥികൾ തന്നെയാണ്. അത്രമാത്രം നമ്മൾ എത്രമാത്രം അവരെ ഇങ്ങനെ വരവേൽക്കാൻ വേണ്ടി എത്രമാത്രം അലങ്കാര പണികളും എത്രമാത്രം ചെയ്യാവോ അതെല്ലാം തന്നെ ചെയ്യണം. എടാ ജയ, ചെണ്ട കൊട്ടുകാരെയും അതുപോലെ തന്നെ ആനയും അമ്പാരെയും എല്ലാവരും അറേഞ്ച് ചെയ്തോ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുന്ന ദേവ്യാനിയും ജയനൊക്കെ ചോദിക്കുന്നുണ്ട്, അച്ഛാ ഇത്രമാത്രം ഏത് വിശിഷ്ടാതികളാണ് ഈ വരുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും അത് നിങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ സാധിക്കുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന 2 പേര് തന്നെയാണ് വരുന്നത്. അത്രമാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പിന്നെ അവർ വരുമ്പോ താളം പിടിക്കാനായിട്ട് ജലജെ, നീയും പിന്നെ നവ്യെ, അവന്തിക, നിങ്ങൾ 3 പേരുണ്ടാവണം. അതിനെന്താ, ഞങ്ങൾ നിൽക്കാലോ. എന്നാലും മുത്തശ്ശ ആരാ വരുന്നെന്ന് ഒരു ക്ലൂ എങ്കിലും തരായിരുന്നു എന്ന് അവന്തിക പറയുമ്പോഴേക്കും, മോളെ കുറച്ച് സമയം കഴിയട്ടെ, അവര് നേരിട്ട് കാണാലോ. ജലജ പറയണ്ട്, അച്ഛനാ ഇത്രയും വർഷം ഞാൻ കണ്ടിട്ട് ആദ്യമായിട്ട് അച്ഛൻ ഇത്രമാത്രം സന്തോഷിക്കണത്. അപ്പൊ വരുന്ന ആൾക്കാർ വല്ല നിസ്സാരക്കാരൊന്നും ആയിരിക്കില്ല അല്ലേ അച്ഛാ? അതോ നമ്മുടെ ജ്വല്ലറിയില് എന്തെങ്കിലും പുതിയ ബിസിനസിന് വേണ്ടിയിട്ട് ആരെങ്കിലും വലിയ പുറംനാട്ടിലുള്ളത് അല്ലെങ്കിൽ പുറം രാജ്യത്തുള്ള ഏതെങ്കിലും വലിയ ജ്വല്ലറിക്കാർ വരുവാണ് അച്ഛൻ ബിസിനസ് ഡീലാക്കാൻ വേണ്ടി? നിനക്ക് ഈ ഒരു ഒറ്റ വിചാരമുള്ള ജലജെ, ബിസിനസ് അതുപോലെ തന്നെ ജ്വല്ലറി, പണം, സ്വത്ത്, ഇത് മാത്രമേ ഉള്ളൂ. അത് മാത്രമേ സന്തോഷം തരുന്നതുള്ളൂ. എന്നാലേ അതൊന്നുമല്ല, നിങ്ങൾ എല്ലാവരും ക്ഷമയോട് കുറച്ചു നേരം കാത്തിരിക്കെ എന്ന് മുത്തശ്ശൻ പറയണം. ദേവ്യാനിയും ജലജയും എല്ലാരും കൂടി മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അല്ല അമ്മേ, ആരാ അമ്മ വരുന്നത്? അമ്മയുടെ അടുത്ത് എന്തെങ്കിലും അച്ഛൻ പറഞ്ഞിരുന്നോ? ഉവ്വ്, എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം പ്രത്യേകം പറഞ്ഞു ഇപ്പോഴൊന്നും നിങ്ങളോട് പറയരുണ്ടെന്ന്. കാരണം അവര് വരുമ്പോ നിങ്ങൾ എല്ലാവരുടെയും മുഖത്തിന്റെ എക്സ്പ്രഷനും നിങ്ങളുടെ ആ സന്തോഷവും അദ്ദേഹത്തിന് നേരിട്ട് കാണണം. അതുകൊണ്ട് നിങ്ങൾ ആരും എന്നോടൊന്നും ചോദിക്കണ്ട, എന്റെ പുറകെ നടക്കുകയും വേണ്ട. അദ്ദേഹം പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ചെയ്തോ എന്ന് മുത്തശ്ശി പറയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാവരും ചെയ്യുന്നുണ്ട്. 10 മണിയാവാനായി. മുത്തശ്ശൻ നയനെ വിളിക്കണ്ട്, മോളെ നിങ്ങൾ പുറപ്പെട്ടോ? പുറപ്പെട്ടു മുത്തശ്ശ, ഒരു 5 മിനിറ്റ് ഇപ്പൊ എത്തും. ആണോ? ഉവ്വ, ശരി ശരി, ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കാണ്. മുത്തശ്ശൻ ഇങ്ങനെ സംസാരിക്കുമ്പോ ദേവ്യാനി, അച്ഛാ എന്താ ഇത്ര സന്തോഷം? അവര് വരാനായി 5 മിനിറ്റിനുള്ളിൽ എത്തും. ദേ നവ്യെ, അവന്തികെ, ജലജെ, ദേ താലപ്പൊലിയായിട്ട് അവിടെ മുമ്പിൽ വന്ന് നിൽക്കൂ. ചെണ്ടമേളക്കാരെ, ചെണ്ടമേളം തുടങ്ങിക്കോ. ദേവ്യാനി, നീ വേണം അവരെ ആരതിയൊഴിഞ്ഞ് അകത്ത് കയറ്റാനായിട്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. എടാ ജയ, എടാ നിങ്ങൾ എല്ലാവരും കൂടി ഇവിടെ നിൽക്കണം, മുൻപിൽ നിൽക്കണം, അവരെ മാലയിട്ട് സ്വീകരിക്കണം. അതെല്ലാം ഞാൻ ചെയ്തോളാം. എന്താച്ചാ ഇവിടെ പട്ടാഭിഷേകമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അനി പറയണ്ട്, അപ്പൊ അനി മനസ്സിലാക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുത്തശ്ശിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആദർശേട്ടനെയും നയന എഴുത്തിനും തന്നെയാ. എന്റെ കള്ള മുത്തശ്ശ, എനിക്ക് കാര്യം മനസ്സിലായി എന്ന് അനി മനസ്സിൽ വെച്ചിട്ട് മുത്തശ്ശനെ നോക്കുന്ന ചിരിക്കണ്ട്. മുത്തശ്ശൻ കണ്ണടച്ച് കാണിക്കണം, മിണ്ടല്ലേ, ആരോടും പറയല്ലേ എന്ന രീതിയിൽ. അതിനുശേഷം കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ ആദർശം നയനയും വരുവാണ്. അവര് വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും ദേവ്യാനിക്കും എല്ലാവർക്കും ഭയങ്കര സന്തോഷം. പക്ഷെ മുഖം മാറിപ്പോകുന്ന 2-3 പേരുണ്ട്. അബി, നമ്മുടെ അനിയുടെ അമ്മ, ജലജ, അവന്തിക, ഇവര് 4 പേരും മുഖമൊക്കെ അയ്യോ ഇവരായിരുന്നോ, നാശം പിടിക്കട്ടെ. അനിയുടെ അമ്മയാണെങ്കിലോ അയ്യോ എന്റെ മോന്റെ മാനേജർ കസേര പോയല്ലോ എന്നൊരു സങ്കടത്തിലാണ് അവര് നിൽക്കുന്നത്. അങ്ങനെ ആദർശ് നയനെ വരുമ്പോഴേക്കും മുത്തശ്ശനോട് ദേവേനും ഓടിപ്പോയി ചോദിക്കുകയാണ്, അച്ഛാ ഇവരാണോ വിശിഷ്ടാതിഥി? അതേ മോളെ, ഇനി രാജാവിന്റെയും റാണിയുടെയും അതുപോലെ തന്നെ കാട്ടിലെ വാസം കഴിഞ്ഞു. ഇനി നമ്മുടെ കൊട്ടാരത്തിലേക്കുള്ള പട്ടാഭിഷേകമാണ്. അവരെ ആനയിക്കൂ എന്ന് പറയാണ്. അങ്ങനെ ആദർശ് നയനെ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അകത്തേക്ക് കയറണം. നവ്യക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ടെങ്കിൽ പുറമേ കാണിക്കുന്നില്ല. അങ്ങനെ പഴയ പോലെ ആദർശ് നയനെ ഭയങ്കര സന്തോഷത്തിലും സ്നേഹത്തിൽ അങ്ങനെ കഴിഞ്ഞ് പോകുവാട്ടോ. ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും നമ്മുടെ അനിയുടെ വിവാഹ നിശ്ചയം എത്തി. മുത്തശ്ശൻ പറയണ്ട്, ഇനി അടുത്ത പരിപാടി നമ്മുടെ അനിയുടെയും അവന്തികയുടെയും വിവാഹ നിശ്ചയമാണ്. അനി പറയണ്ട്, മുത്തശ്ശ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞാണ് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. വേണ്ട മുത്തശ്ശ, എന്നിങ്ങനെ കൊല്ലാക്കൊല ചെയ്യലേ മുത്തശ്ശ. ആദ്യത്തെ വിവാഹം അറിയാലോ എങ്ങനെയാ സംഭവിച്ചത്. ഇത് 2ാമത്തെ വിവാഹം. മുത്തശ്ശ എന്തിനാ മുത്തശ്ശ എന്റെ മനസ്സറിയാതെ. മുത്തശ്ശന്റെ എല്ലാ കാര്യവും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ, പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞിട്ട് അനി അകത്തേക്ക് പോവാണ്. അപ്പോ നവ്യ മനസ്സിൽ വിചാരിക്കേണ്ട, ഈശ്വര അവന്തിക്ക് എത്രമാത്രം വിത്താണെന്ന് എങ്ങനെയാ ഞാൻ ഇവരെയൊക്കെ ഒന്ന് അറിയിക്കുക? ഇവരോട് പറഞ്ഞാലും ഇവരത് വിശ്വസിക്കോ? പക്ഷെ എന്തായാലും പറഞ്ഞേ പറ്റൂ.
അവന്തിക കാരണം ഇനി അനിയുടെ കുടുംബജീവിതം നശിഞ്ഞു പോവാൻ പാടില്ല. അനി എന്റെ അനിയത്തി നന്ദുക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ അവന്തിക ഒരു വിഷവിത്താണെന്ന് തൻ്റെ അടുത്ത് അഭി തുറന്നു പറഞ്ഞത്. പക്ഷെ ഈ കാര്യം എങ്ങനെ ഇവരെ അറിയിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ അനിയും അതുപോലെ തന്നെ അനിയുടെ അമ്മയും അച്ഛനും എല്ലാവരും ആ ഞെട്ടിക്കുന്ന സത്യം കണ്ടുപിടിക്കണത്. അത് അവന്തികയുടെ വായി തന്നെയാണ് കേട്ടോ അറിയണത്. അവന്തികയാണെന്നുണ്ടെങ്കിൽ വിവാഹത്തിന്റെ ആ ഒരു ദിവസം, വിവാഹ നിശ്ചയത്തിന്റെ ആ ഒരു ദിവസം താൻ ഒരു മണവാട്ടിനെ പോലെ ഒരുങ്ങി റെഡിയായി നിൽക്കുകയാണ്. തലയിലെ മുല്ലപ്പൂവും സാരിയൊക്കെ എടുത്തിട്ട്. അപ്പോ നമ്മുടെ നാഗേന്ദ്രന്റെ ഒരു ആഗ്രഹം, നാഗേന്ദ്രൻ അവന്തികനെ രാവിലെ തന്നെ വിളിക്കേണ്ട, മോളെ എനിക്ക് മോളുടെ വിവാഹ നിശ്ചയത്തിന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ വളരെ വിഷമമുണ്ട്. നിനക്കറിയാലോ അഭിയും നീയും എന്റെ മക്കളാണ്. പക്ഷെ എന്റെ മക്കളെ നിന്നോടാണ് എനിക്ക് കൂടുതൽ അടുപ്പം. നിന്റെ വിവാഹ നിശ്ചയം കൂടാൻ പറ്റാത്തതിലും കാണാൻ പറ്റാത്തതിലും എനിക്ക് വളരെ സങ്കടമുണ്ട് മോളെ. അച്ഛൻ വിഷമിക്കണ്ട. വിവാഹ നിശ്ചയവും ചടങ്ങുകളും പിന്നെ വേഷവും ഒക്കെ തന്നെ അച്ഛൻ ഞാൻ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്യട്ടെ. ഞാൻ മണവാട്ടി വേഷത്തിൽ റെഡി ആയിരിക്കുകയാണ്. മോള് വീഡിയോ കോൾ ചെയ്യേ. അച്ഛന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ മോളുടെ വിവാഹം എന്ന് പറയണത്. അബിയുടെ സ്വഭാവം നിനക്ക് അറിയാലോ. കണ്ട പെണ്ണുങ്ങളോട് തക്ക പ്രണയം തോന്നുന്ന സ്വഭാവമാണ് അബിയുടെ. പക്ഷേ അത് ആ സ്വഭാവം നിനക്കില്ല. നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്ക് നെഞ്ച് പറിച്ചു കൊടുക്കുന്ന പെൺകുട്ടിയാണ്. അതുകൊണ്ട് എനിക്ക് നിന്നോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. ഈ AN ജ്വല്ലറിയുടെ ശരിക്കും പറഞ്ഞാൽ അഭിയല്ല, നീയാ മോളെ. നീ അവന്തിക, നീ ഒറ്റൊരാളാ AN ജ്വല്ലറിയുടെ ആ ഒരു ഓളിഞ്ഞോൾ. നീയാണ് അടുത്ത AN ജ്വല്ലറിയുടെ മാനേജർ അല്ലെങ്കിൽ CEO എന്നൊക്കെ പറയാണ്. എന്റെ മോളുടെ കല്യാണ വേഷത്തിലുള്ള ആ വേഷം ഈ അച്ഛനൊന്ന് കൺകുളിർക്കെ കണ്ടോട്ടെ, ഒന്ന് വീഡിയോ കോൾ ചെയ്യും മോളെ എന്ന് പറയണം. അവന്തിക വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അച്ഛന് ആ ഒരു വേഷത്തിൽ ഇരിക്കണ അവന്തികയെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ നാഗേന്ദ്രന്റെ കണ്ണൊക്കെ നിറയുന്നുണ്ട്, മനസ്സും നിറയുന്നുണ്ട്. തന്റെ മകളുടെ വിവാഹ നിശ്ചയമാണ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ വിവാഹവും. പക്ഷെ ഈ ചടങ്ങൊന്നും കാണാൻ തനിക്ക് പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് നാഗേന്ദ്രന് വലിയ വിഷമമുണ്ട്. പക്ഷെ നമ്മുടെ അവന്തിക അച്ഛനെ വിളിക്കുന്നതും അച്ഛനോട് സംസാരിക്കുന്നതും എല്ലാം തന്നെ എല്ലാവരും അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. അതെ, ഇനി അവന്തികയുടെ പടിയിറക്കുവാണ്. അവന്തികയുടെ ആ ഒരു വൃത്തികെട്ട സ്വഭാവം എല്ലാവർക്കും മനസ്സിലായിട്ടോ. അങ്ങനെ അവന്തികനെ ചവിട്ടി പുറത്താക്കാൻ വേണ്ടി പോവാണ്. അത് മാത്രല്ല, അവന്തികനെ പുറത്താക്കുമ്പോ എന്താ സംഭവിക്കാന്നറിയാലോ. അവന്തിക നാഗേന്ദ്രൻ തമ്മിൽ രണ്ടും ഒന്നാകും. പിന്നെ മൂർത്തിനെയും അതുപോലെ തന്നെ അനന്തപുരി തറവാടും എങ്ങനെ പടുക്കുഴിയിലേക്ക് തള്ളിയിടാം എന്ന് മക്കളും അച്ഛനും ഒക്കെ ആലോചിച്ച് പുതിയ പ്ലാനുകൾ തയ്യാറാക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോണ കേട്ടോ. പക്ഷെ ഇതിലൊന്നും ജലജയില്ല. കാരണം ജലജക്ക് നാഗേന്ദ്രനെ കണ്ണെടുത്താ കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ അച്ഛനും മക്കളും പടിക്ക് പുറത്താകുമ്പോഴും നമ്മുടെ ജലജ അകത്ത് തന്നെയായിരിക്കും. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അച്ഛൻ്റെ കൂടെ കൂടിക്കോ, എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഈ തറവാട്ടിൽ നിന്നോളാം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ തന്നെ നിൽക്കും. കാരണം അച്ഛന്റെ ഒരു പങ്ക്, അതായത് മൂർത്തിയുടെ ഒരു പങ്ക് ജലജക്ക് സ്വത്തുക്കൾ കിട്ടുമെന്ന് നന്നായിട്ട് അറിയാം. അത് മതി എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിൽക്കുന്ന കേട്ടോ. എന്തായാലും അടിപൊളി എപ്പിസോഡാണ് ഈ ആഴ്ച അങ്ങോട്ട് വരാൻ വേണ്ടി പോണത്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.